ലില്ലിപ്പെണ്ണേ എന്തോ ലില്ലിപ്പെണ്ണേ എന്താണ് സ്പെഷ്യൽ വെറൈറ്റി ഫുഡാണ് എന്താണ്? അങ്ങ് കഴിച്ചിട്ട് പോയതല്ലേ ഉള്ളു. അല്ല രാത്രിയിലേക്ക് അത് രാത്രിയല്ലേ, രാത്രി ആവട്ടെ, അപ്പൊ തീരുമാനിക്കാം. തീരുമാനിക്കാത്ത താഴെ ആരുമില്ലല്ലോ. ഞാൻ കഴിക്കാത്ത വല്ലതും ഉണ്ടാക്കുവാണെങ്കിൽ പുറത്ത് പോയി കഴിക്കാന്ന് വിചാരിച്ചിട്ടാ. അച്ചാച്ചൻ എല്ലാം കഴിക്കുമല്ലോ, എന്തോ കഴിക്കാത്തതായിട്ടുള്ളത്? ഒരുമാതിരിപ്പെട്ട എല്ലാം കഴിക്കുക, എന്നാലും ഒരു ഉദ്യോഗം എന്താണ് ലില്ലിപ്പണിൻ്റെന്ന് അറിയാം. എന്താണ് വേണ്ടത്? ചപ്പാത്തിയും ചില്ലി ചിക്കനും ആയാലും. ഓ ഇന്ന് ഉച്ചയ്ക്ക് കൂടെ കിടന്നപ്പോ ഞാൻ കാര്യം മനസ്സിലാലോചിച്ചു. ആണല്ലേ, പോയി ഓടിപ്പോയിട്ടൊരു ചിക്കൻ വാങ്ങിച്ചോണ്ടോ. അത് മേടിക്കാം. പിന്നെ വേറൊരു കാര്യം, വലിയൊരു കണ്ടുപിടുത്തം നടത്തി. താങ്കളുടെ അമ്മായിയമ്മ ഡയറി അനുഭവ കുറിപ്പുകൾ എഴുതുന്നു. അമ്മ ഇവിടുത്തെ അമ്മയാ? ഫസ്റ്റ് ഉള്ള കാര്യമാണ്. അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു പതിവ് പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല. പണ്ടേ ഉണ്ട്, അത് ഇപ്പൊ മനസ്സിലാക്കി. അച്ഛൻ കണ്ട? ഞാൻ ചെന്നപ്പോ ഡയറി തുറന്നു വെച്ച് ഇങ്ങനെ നിർവൃത്തിയോടെ വായിച്ചോണ്ടിരിക്കുക. എന്നെ കണ്ടത് പൂട്ടി പെട്ടിക്കാത്തങ്ങ് വെച്ചു. എന്നിട്ടൊരു ബബ്ബ കളി ഞാൻ കണ്ടതാണ്. സത്യ കൊടകാളം ചോദിച്ചപ്പോ നിനക്കെന്ത്, ആരെഴുതി, ഏത് ഡയറി എന്നൊക്കെ പറയാം. ഒന്നും അറിയാത്ത പോലെ ഒരു വർത്താനം. ഉരുണ്ട് കളിക്കാത്ത എന്താണ്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഉണ്ട് സാധാരണ ചില അമ്മ പോരെടുക്കുന്ന ചില മരുമക്കള് ഇന്നതുപോലെ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ എഴുതി വെക്കും. പക്ഷെ ഈ വാർദ്ധക്യ കാലത്ത് ഇങ്ങനൊരു സംഭവം എഴുതി വെക്കണമെങ്കിൽ എന്നെയൊക്കെ പറ്റി വല്ലതും എഴുതിട്ടുണ്ടാവോ? അങ്ങനെ വരാനൊരു സാധ്യതയുണ്ട്. അതായത് പറ്റിയൊക്കെയാണെങ്കിൽ നല്ലത് എഴുതത്തുള്ളൂ. ഇത് ഞാൻ അമ്മേനെ എന്തൊരു കാര്യമായിട്ടാ നോക്കണേ. നല്ലതാ, നല്ലതിന്റെ കൂടെ 50% മോശമായിട്ടുള്ളതും ഉണ്ട്. ആര്? ഞാനാ? അച്ഛൻ കണ്ടിട്ടുണ്ടോ? വീട്ടിലടിച്ചോണ്ട് അമ്മയുടെ ഇന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതി വെക്കും. നാളെ വയ്യാതെ കിടക്കുമ്പോഴത്തേന് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുള്ളത് ഡയറിയിലുണ്ട് മക്കളെ എന്ന് പറയുന്നത് അങ്കഞ്ചേട്ടത്തെ അങ്ങോട്ട് വായിക്കുമ്പോ പിന്നെ അത് മതി ഭൂകമ്പം ഉണ്ടാവാൻ. ഉണ്ട്. ഇനി ഭാവിയിലേക്കുള്ള സ്വത്തിന്റെ കാര്യവിവരണങ്ങളും എല്ലാം ആരെങ്കിലും അല്ലെങ്കിൽ എന്നെ പറഞ്ഞു വെച്ചേക്കുന്നതിന്റെ അവസാന സമയത്ത് ചിലവർ എഴുതി വെക്കുന്നുള്ളൊരു സംഭവമുണ്ട്. എന്തോ അതിന് പറയുന്നേ, തീറാധാരം. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതിന് വാല്യുണ്ട്. അങ്ങനെയൊന്നും അമ്മ ചെയ്യത്തില്ല. അപ്പം ലില്ലി പറഞ്ഞത് തന്നെയാണ് കാര്യം. ലില്ലിയുടെ ഭാഗത്തുനിന്നുള്ള ക്രൂരതകൾ അന്നെങ്കിൽ എല്ലാവരുടെയും കാണും, എന്റെ ഭാഗത്തുനിന്ന് മാത്രം വായിക്കത്തില്ല. ഒരു 5 പേജ് അച്ചാച്ചനെ പറ്റിയിട്ടായിരിക്കും. എന്നെ കുറിച്ച് ഇവിടുത്തെ അമ്മ എന്തോ എഴുതാൻ? കൊടകാളം അമ്മച്ചാണെങ്കിൽ ഓക്കെ, ജനിച്ച നാള് പോലെ ചല്ലിയേ ഉള്ളൂ. ഇവിടുത്തെ അമ്മയ്ക്ക് എന്ത് ശല്യം തന്നെ. അതൊക്കെ വെട്ടിപ്പോ. ഞാനങ്ങ് കുടകാളയ്ക്ക് പോകുമ്പോ അത് പിന്നെ വരത്തില്ല. പക്ഷെ ഇവിടെ നിൽക്കുന്നവർക്കെതിരെയായിരിക്കും കേസ് വരുന്നത്. പേടിച്ചില്ലേ? പക്ഷെ അമ്മ എന്തോ എഴുതി വെക്കുന്നുണ്ട്. അത് മറ്റാരും അറിയാതിരിക്കാൻ അമ്മ ശ്രമിക്കുന്നു. ലില്ലിപ്പണ്ണ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞപ്പോഴല്ലേ അറിയുന്നേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ചിക്കൻ മേടിക്കാനുള്ള പൈസ. എന്ത് ചില്ലി ചിക്കന് ചിക്കൻ മേടിക്കണ്ടേ? എവിടെ ചില്ലി മാത്രം ഇരുന്ന ചിക്കൻ ആവുമോ? കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി വാങ്ങിച്ചോണ്ട് പോവാ. ചിക്കൻ മാത്രം വാങ്ങിച്ചാൽ പോരാ, അതിനുള്ള സാധനങ്ങളെല്ലാം എനിക്കറിയാൻ പാടില്ല. സത്യമായിട്ട് ഞാൻ വല്ല ഫോണിൽ നോക്കി ഉണ്ടാക്കി തരാം. അത് നോക്കിയിട്ട് ലിസ്റ്റ് എടുത്ത് പോയി വാങ്ങിച്ചോ. ഇയാള് പറഞ്ഞ പ്രകാരം ചിക്കന് മുളക് മസാലപ്പൊടി എല്ലാം വെക്കണമെന്നുണ്ട്. എത്ര വേണം? 120 കൊടുത്താലേ ബീരാന്റെ കടയിൽ നിന്ന് 4 പൊറോട്ട, അൺലിമിറ്റഡ് പൊറോട്ടയും കിട്ടും, ഒരു ചിക്കൻ കറിയും കിട്ടും. ഈ വയറിന് ധാരാളം. അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ വാങ്ങിച്ചോണ്ട് പോയി ചിക്കൻ മേടിച്ചാൽ പോലെ. എന്റെ കൈ പൈസ ഇരുന്ന കാര്യം അറിഞ്ഞല്ലേ?